ഇന്ത്യൻ ആക്രമണത്തിന്റെ റിപ്പോർട്ടുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നാം അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഇന്ത്യൻ അന്വേഷണ ഏജൻസിയായ റോയുടെയും ഇസ്രായേലി ഏജൻസിയായ മൊസാദിന്റെയും നീണ്ട 10 ദിവസത്തെ അശ്രാന്ത പരിശ്രമത്താലാണ് ബാൽകോട്ടിലെ ഈ 5 സ്റ്റാർ ഭീകരതാവളം കണ്ടുപിടിക്കാനായത്. തുടർന്ന് ഇന്ത്യയുടെ കാർട്ടോസാറ്റ് സീരീസിലെ ഉപഗ്രഹങ്ങൾ ഈ പ്രദേശത്തിന്റെ നൂറുകണക്കിന് ചിത്രങ്ങളും വീഡിയോകളും പകർത്തുകയുണ്ടായി. ഇവ പരിശോധിച്ച വിദഗ്ധരാണ് ഇത് ഭീകര ക്യാമ്പാണെന്നും ഏകദേശം 320ഓളം തീവ്രവാദികൾ ഇവിടെ താമസിക്കുന്നുണ്ടതായും മനസ്സിലാക്കി. തുടർന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ മുതിർന്ന പൈലറ്റുമാരായും യുദ്ധതാന്ത്രികന്മാരുമായും സംസാരിച്ചു. തുടർന്ന് മിഷൻ തീരുമാനിച്ചു. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളിലൊന്ന് സിയാൽകോട്ടിലും പാക് അധീന കാശ്മീരിലും വിന്യസിച്ചിരുന്ന പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത റഡാറുകളെ കബളിപ്പിക്കുക എന്നതായിരുന്നു. ഇതിനായി ഇന്ത്യ തെരഞ്ഞെടുത്തത് DRDO വികസിപ്പിച്ച നമ്മുടെ സ്വന്തം അവാക്സ് വിമാനമായ നേത്രയായിരുന്നു. ഓപ്പറേഷനോടൊപ്പം ഇന്ത്യ നമ്മുടെ തന്നെ ശക്തിയേറിയ 2 ആയുധങ്ങളായിരുന്നു പരീക്ഷിച്ചത്. അതിലൊന്ന് DRDOയുടെ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റമായ നേത്ര. ഓപ്പറേഷന് തൊട്ട് മുമ്പ് വരെ പ്രവർത്തിച്ചിരുന്ന പാകിസ്ഥാൻ റഡാറുകളെ 400 കിലോമീറ്റർ റേഞ്ചുള്ള നേത്ര ജാം ചെയ്ത് നിശ്ചലമാക്കി. തുടർന്നായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണം പൂർത്തിയാക്കിയ നമ്മുടെ യുദ്ധവിമാനങ്ങൾ തിരികെ എത്തുന്നതുവരെ പാകിസ്ഥാൻ എയർ സ്പേസ് നേത്രയുടെ പരിപൂർണ നിയന്ത്രണത്തിലായിരുന്നു എന്നതാണ് സത്യം. രണ്ടാമത് ഇന്ത്യ പരീക്ഷിച്ച ആയുധം നമ്മുടെ തന്നെ ലേസർ ഗൈഡ് ബോംബായ സുദർശൻ LGB ആയിരുന്നു. 100% കൃത്യതയോടെ തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിക്കാൻ ഇന്ത്യൻ വ്യോമസേനയുടെ സ്കിൽഡ് പൈലറ്റുമാർക്ക് ഈ സ്മാർട്ട് ബോംബുകൾ സഹായകമായി. നേത്ര അവാക്സ് വിമാനം മിഷൻ കഴിഞ്ഞ് നമ്മുടെ യുദ്ധവിമാനങ്ങൾ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നതുവരെ പാക് അതിർത്തിയിൽ തുടർന്നു. ഇത് കാരണം ഇന്ത്യയുടെ ആക്രമണം കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം മാത്രമാണ് പാകിസ്ഥാന് വിവരം ലഭിച്ചത്. ഇക്കാര്യങ്ങൾ നാണക്കേട് കാരണം അവർ മൂടി വയ്ക്കുന്നു എന്നതാണ് സത്യം. ഈ ആക്രമണം 100% വിജയിച്ചതിന്റെ നല്ലൊരു പങ്ക് അഭിനന്ദനം നേത്ര അവാക്സ് സിസ്റ്റത്തിന് നൽകുന്നു. OP 160/18 കക്ഷി സജിത് കുമാർ അമ്മണിപ്പിള്ള, എതിർകക്ഷി കാന്തി ശിവദാസൻ. Welcome to a life in the midst of nature. Presenting Raindrops at Kakinada. Kesadal Developers. Stay happy.